ിച്ചതല്ല, അത് സഹാബത്ത് സ്നേഹിച്ച രൂപമല്ല, അത് മലിക്കുൽ മുദഫർ എന്ന രാജാവിന്റെ സൃഷ്ടിയായി വന്നതാണ്. ഫാത്തിമിയാക്കളും റാഫിദിയാക്കളും അടങ്ങുന്ന ഷിയാക്കൾ കൊണ്ടുവന്ന ആചാരമാണ്. സ്വഹാബത്തിന് പരിചയമില്ല, മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് അത് പരിചയമില്ല. അതേപോലെ നബിതങ്ങളെ സ്നേഹിക്കുക എന്ന പേര് പറഞ്ഞുകൊണ്ട് സാധാരണക്കാരായ മനുഷ്യന്റെ മനസ്സിലെ വികാരമായ പ്രവാചക സ്നേഹം ചൂഷണം ചെയ്യപ്പെടുകയാണ്. ബോംബെയിൽ നിന്ന് കൊണ്ടുവന്ന ജാലിയൻവാല എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരുപാട് ശേഖരങ്ങൾക്കിടയിൽ നിന്ന് ഒരു മുടിക്കെട്ട് കൊണ്ടുവന്നിട്ട് കേരളത്തിലെ ഒരു മനുഷ്യൻ പ്രഖ്യാപിക്കുകയാണ്, എന്റെ കയ്യിൽ നബിയുടെ മുടിയുണ്ട്, തിരുമുടിയുണ്ട്, അതിനെ ഞാനിതാ ഒരു കുപ്പിയിലാക്കി വെള്ളത്തിലാക്കി നിങ്ങൾക്ക് തരാം, നിങ്ങൾ 25,000 രൂപക്ക് തന്നാൽ മതി. നബിന്റെ മുടിയുടെ പേര് പറഞ്ഞ് കച്ചവടമാണ്. മറുഭാഗത്ത് വേറെ ഒരാൾ വന്ന് പറയുന്നുണ്ട്, അതൊന്നും സനദുള്ള മുടിയല്ല, അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, എന്റെ കയ്യിലാണ് യഥാർത്ഥ മുടിയുടെ ഒട്ടിയിട്ട് വെള്ളമുള്ളത്, അതിന് നിങ്ങൾ 10,000 രൂപ തന്നാ മതി. സാധുക്കളായ മനുഷ്യരുടെ മനസ്സിന്റെ വികാരമായ ഹുബ്ബുൻ നബി, ആ ഇഷ്ക് എന്ന് പറയുന്ന നബിതങ്ങളോടുള്ള അങ്ങേയറ്റത്തെ പ്രേമവും സ്നേഹവും ഉണ്ടല്ലോ, അത് ചൂഷണം ചെയ്ത് നശിപ്പിക്കുന്ന ഉമ്മത്തിന്റെ അവസ്ഥയുണ്ട് നമ്മുടെ മുമ്പിൽ. സഹോദരങ്ങളെ, ദീൻ എന്ന ആ പ്രവാചക സ്നേഹം ഇത്തിബായിലൂടെ, പ്രവാചകനെ പിൻപറ്റുന്നതിലൂടെയാണ്. നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്നവരായ പ്രഭാഷകന്മാർ, ദീന് പറഞ്ഞു കൊടുക്കേണ്ട യഥാർത്ഥ പ്രവാചക സ്നേഹികൾ എന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ പോലും ഇത്തരം ചൂഷണങ്ങൾക്ക് സന്നദ്ധരാവുകയാണ്. അവരുടെ വേദികളും അവരുടെ ചാൻസുകളും അത്തരത്തിലെല്ലാം നിലക്കും അവർ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ അറിയപ്പെടുന്ന അവർ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ കൊല്ലം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും ഒക്കെ അറിയപ്പെടുന്ന പല പ്രഭാഷകന്മാരും ഇത്തരത്തിലുള്ള ചൂഷണങ്ങളാണ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു ക്ലിപ്പ് കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അറിയോ മോനെ, ശുഹദാക്കളുടെ നേതാവിനെ അറിയോ? പ്രശ്നമൊന്നുമില്ല, അറിഞ്ഞൂടെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അറിയാന്നുള്ള മക്കളുണ്ടെങ്കിൽ കൈപൊക്കി. സയ്യിദ് ശുഹദ ആരാണെന്നറിയോ? സയ്യിദ് ശുഹദ അറിയാന്നുള്ള കുഞ്ഞു മക്കളുണ്ടോ? മുതിർന്ന മക്കളുണ്ടോ ചോദിക്കേണ്ട, മോശമായി പോണെങ്കിലോ. ചെറിയ മക്കളാകുമ്പോ അറിയോ? അറിയോ? വാ കയറി വാ, മാണിക്യ മുത്തേ കനക കട്ടി കയറി വാ. എങ്ങനെ കയറും പഠിച്ചവനെ പറന്നു കയറോ? കണ്ടോ, പറഞ്ഞണ്ടാ, അതാണ് മുത്തുമണികൾ. ഹംസ റളിയല്ലാഹു അൻഹു, ഹംസ റളിയല്ലാഹു അൻഹു. ഈ അത്തറിനൊരു പ്രത്യേകതയുണ്ട്. സംഭവം തീർന്നുപോയി, എന്നാലും എന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഷേറെ മുബാറക് ഇട്ട് വെച്ചിരുന്ന കുപ്പിയിൽ അത്രാണ്, കഴിഞ്ഞുപോയി. എന്നാലും എന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ഷേറെ മുബാറക് ഇട്ട് വെച്ചിരുന്ന കുപ്പിയിൽ അത്രാണ്, കഴിഞ്ഞുപോയി. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന മജ്ലിസുകളിൽ, ജനങ്ങൾ ഒഴുകിയെത്തുന്ന വിജ്ഞാന സദസ്സുകളിൽ സാധാരണക്കാരായ മനസ്സുകളിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്